ഹലോ എവ്രിവൺ, FIUGP മേജർ ഫിസിക്സിലെ ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററിലെ പാർട്ട് 4ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചാണ്. അതായത് കോൺസ്റ്റൻ്റ് എമിറ്റർ കറണ്ടിൽ ICയും VCBയും തമ്മിലുള്ള കേവാണ് ഇതെന്ന് പറയുന്നത്. IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കളക്ടർ കറണ്ട്. VCB എന്ന് പറയുന്നത് കോമൺ ബേസ് വോൾട്ടേജുമാണ്. ഇവ തമ്മിലുള്ള കേവാണ് ഇതെന്ന് പറയുന്നത്. IC Y ആക്സിസിലും VCB X ആക്സിസിലുമാണ് ഉണ്ടാവുക. കോമൺ ബേസ് അറേഞ്ച്മെൻറ്റിലുള്ള ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഫിഗറിൽ കാണാം എന്നാണ് പറയുന്നത്. ഫിഗർ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ നിന്ന് താഴെ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് IC വളരെ കുറഞ്ഞ വോൾട്ടേജിൽ, അതായത് <1 വോൾട്ട് മാത്രമേ VCBയോടൊപ്പം വാരി ചെയ്യുന്നുള്ളൂ. ട്രാൻസിസ്റ്റർ ഒരിക്കലും ഈ ഒരു മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യാറില്ല. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് VCBയുടെ വാല്യൂ 1 to 2 വോൾട്ടിന് മുകളിലേക്ക് ഉയർന്നാൽ സ്ട്രെയിറ്റ് ഹൊറിസോണ്ടൽ കർവ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ IC കോൺസ്റ്റൻ്റ് ആയി മാറും. ഇതിനർത്ഥം ഇപ്പോൾ IC VCBയെ ആശ്രയിക്കുന്നില്ലെന്നും പകരം അത് IE, അതായത് എമിറ്റർ കറണ്ടിനെ മാത്രം ആശ്രയിക്കുന്നു എന്നുമാണ്. എമിറ്റർ കറണ്ട് ഏതാണ്ട് പൂർണ്ണമായിട്ടും കളക്ടർ ടെർമിനലിലേക്കാണ് ഒഴുകുന്നത്. ദ ട്രാൻസിസ്റ്റർ ഈസ് ഓൾവേസ് ഓപ്പറേറ്റഡ് ഇൻ ദിസ് റീജിയൻ. ഈ ഒരു മേഖലയിലാണ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു കേർവ്, അതായത് ICയും VCBയും തമ്മിലുള്ള ആ ഒരു കേർവ്. ഇത് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, കളക്ടർ ബേസ് വോൾട്ടേജിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം പോലും കളക്ടർ കറണ്ടിൽ ചെറിയ മാറ്റം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നത് നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാം. ഇതിനർത്ഥം ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ് എന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്പുട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. അതായത് എമിറ്റർ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഡെൽറ്റ VCBയും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്ന ഡെൽറ്റ ICയും തമ്മിലുള്ള റേഷ്യോ ആണ് ഇതെന്ന് പറയുന്നത്. ആർ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഡെൽറ്റ VCB ഡിവൈഡഡ് ബൈ ഡെൽറ്റ IC. ഇനി കോമൺ ബേസ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഏകദേശം എത്ര വരും? 10,000 കണക്കിന് കിലോ ഓംസ് വരും. ഇത് അത്ഭുതപ്പെടാനൊന്നുമില്ല, കാരണം VCBയിൽ മാറ്റം ഉണ്ടാക്കുമ്പോൾ ICയിൽ വളരെ ചെറിയ മാറ്റം മാത്രമാണ് ഉണ്ടാക്കുന്നുള്ളൂ. അത് നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ് അല്ലേ? ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നെക്സ്റ്റ് കോമൺ എമിറ്റർ കണക്ഷനാണ്. ഇൻ ദ സർക്യൂട്ട് കോൺഫിഗറേഷൻ ഇൻപുട്ട് ബേസിനും എമിറ്ററിനും ഇടയിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഔട്ട്പുട്ട് കളക്ടറിൽ നിന്നും എമിറ്ററിൽ നിന്നുമാണ് എടുക്കുന്നത്. ഇൻപുട്ട് സർക്യൂട്ടിനും ഔട്ട്പുട്ട് സർക്യൂട്ടിനും എമിറ്റർ കോമൺ ആയതുകൊണ്ട് ഇതിനെ കോമൺ എമിറ്റർ കണക്ഷൻ എന്ന് വിളിക്കുന്നു. അടുത്തത് ബേസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ. അതായത് ഡെൽറ്റ IC ആൻഡ് ഡെൽറ്റ IBയും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. മിക്ക ട്രാൻസിസ്റ്ററുകളിലും ബീറ്റ സാധാരണയായിട്ട് 20 to 500 വരെയാണ്. കുറഞ്ഞ ബേസ് കറണ്ട് ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിലുള്ള കറണ്ടും വോൾട്ടേജ് ഗെയിനും ഇത് ഉറപ്പാക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി ഒരു ഡെറിവേഷൻ പോലെയുള്ളതാണ്, നോക്കാം നമുക്ക്. റിലേഷൻ ബിറ്റ്വീൻ ബീറ്റ ആൻഡ് ആൽഫ. നമുക്കറിയാം ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE ആണെന്നറിയാം. അതുപോലെ തന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IB ആണെന്ന് നമുക്കറിയാം. പിന്നെ എന്തറിയാം? ഡെൽറ്റ IE ഈസ് ഈക്വൽ ടു ഡെൽറ്റ IB പ്ലസ് ഡെൽറ്റ IC ആണെന്നും നമുക്കറിയാം. അതിൽ നിന്ന് ഡെൽറ്റ IB എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ IB ഈസ് ഈക്വൽ ടു ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഇക്വേഷനെ ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡെൽറ്റ IE വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE മൈനസ് ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. നമുക്കറിയാം ഡെൽറ്റ IC ഡിവൈഡഡ് ബൈ ഡെൽറ്റ IE എന്ന് പറയുന്നത് ആൽഫയാണ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ആൻഡ് ബീറ്റ എന്ന് പറയുന്നത്. ഇനി ആൽഫ യൂണിറ്റിയിലേക്ക് അടുക്കുമ്പോൾ ബീറ്റ ഇൻഫിനിറ്റിയിലേക്ക് നീങ്ങുന്നു എന്നത് വ്യക്തമാണ്. ഇൻ അതർ വേർഡ്സ് കോമൺ എമിറ്റർ കണക്ഷനിലെ കറണ്ട് ഗെയിൻ വളരെ ഉയർന്നതാണ്.
ഈ കാരണം കൊണ്ടാണ് 90-95% വരെയുള്ള എല്ലാ ട്രാൻസിസ്റ്റർ ആപ്ലിക്കേഷനുകളിലും ഈ സർക്യൂട്ട് ക്രമീകരണം ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ കളക്ടർ കറണ്ട് ആണ് പറയുന്നത്. ഇൻ എ കോമൺ എമിറ്റർ സർക്യൂട്ട് ഐ ബി എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടും ഐ സി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് കറണ്ടും ആണ്. നമുക്കറിയാം ഐ ഇ അതായത് എമിറ്റർ കറണ്ട് ഇസ് ഈക്വൽ ടു ബേസ് കറണ്ട് പ്ലസ് കളക്ടർ കറണ്ട് ആണെന്ന് നമുക്കറിയാം. അതാണ് ഇക്വേഷൻ നമ്പർ 1. From common base configuration, IC is defined as IC is equal to alpha IE plus ICBO. അതാണ് ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇക്വേഷൻ 2ലേക്ക് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി, അത് ഐ ഇ എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, പ്ലസ് ഐ സി ബി ഒ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആൽഫ കോമൺ ആക്കി എടുക്കുകയാണ്. ഐ സി ഇൻറ്റു 1 മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ ഐ ബി പ്ലസ് ഐ സി ബി ഒ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിവൈഡ് ബോത്ത് സൈഡ്സ് ബൈ 1 മൈനസ് ആൽഫ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ സി ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി ഒ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. അതാണ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ 3 ഐ ബി ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ബേസ് സർക്യൂട്ട് ഓപ്പൺ ആയിരിക്കുമ്പോൾ കളക്ടർ കറണ്ട് എന്നത് എമിറ്ററിലേക്കുള്ള കറണ്ടിന് ഈക്വൽ ആയിരിക്കും. ഇതിനെ ഐ സി ഇ ഒ എന്ന് ചുരുക്കി വിളിക്കും. ബേസ് ഓപ്പൺ ആയിരിക്കുമ്പോഴുള്ള കളക്ടർ എമിറ്റർ കറണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദെർഫോർ ഐ സി ഇ ഒ ഇസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി ഒ. ഈ പറഞ്ഞ ഐ സി ഇ ഒ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 3ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ നമുക്ക് കിട്ടിയ ആൻസറാണ് ഐ സി ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ഇ ഒ. ഐ സി ഇ ഒ എന്നായിട്ടുള്ള ഒരു ചെറിയ ടേമായിട്ട് അത് മാറി. ഓർ ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഇ ഒ എന്നായിട്ട് മാറി. നെക്സ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഐ സി ഇ ഒ. ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ബേസ് കറണ്ട് 0 ആയിരിക്കുമ്പോൾ പോലും ഒരു ചെറിയ കളക്ടർ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇതിനെ കളക്ടർ കട്ട് ഓഫ് കറണ്ട് എന്ന് വിളിക്കുന്നു. അതായത് ബേസ് ഓപ്പൺ ആയിരിക്കുമ്പോൾ ഒഴുകുന്ന കളക്ടർ കറണ്ട്, ഇതിനെ ഐ സി ഇ ഒ എന്ന് സൂചിപ്പിക്കുന്നു. വാല്യൂ ഓഫ് ഐ സി ഇ ഒ ഇസ് മച്ച് ലാർജർ ദാൻ ഐ സി ബി ഒ. ഇനി ബേസ് കറണ്ട് ഐ ബി, കളക്ടർ കറണ്ട് ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഇ ഒ. എമിറ്റർ കറണ്ട് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ്. അതായത് ബീറ്റ ഐ ബി പ്ലസ് ഐ സി ഇ ഒ പ്ലസ് ഐ ബി വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മൾ ഐ ബി കോമൺ ആക്കി എടുക്കുകയാണ്, ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ ബി പ്ലസ് ഐ സി ഇ ഒ. ദെൻ ഐ സി ഇ ഒ ഇസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് ആൽഫ ഇൻറ്റു ഐ സി ബി ഒ. 1 ബൈ 1 മൈനസ് ആൽഫ ഇസ് ഈക്വൽ ടു എന്താണ്? ബീറ്റ പ്ലസ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ഐ സി ബി ഒ എന്ന് ആൻസർ വരും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. താങ്ക് യു.